403 പേർ മരണപ്പെട്ട, കൃഷിനാശം വ്യാപകമായി സംഭവിച്ച, കെട്ടിടങ്ങൾ തകർന്ന, റോഡുകൾ തകർന്ന, പാലങ്ങൾ തകർന്ന കേരളം പോലൊരു സംസ്ഥാനത്തിന് മാത്രം കൈത്താങ്ങായി ദുരന്തബാധിതരെയും ആ പ്രദേശത്തെയും സഹായിക്കാനാകാത്ത നിലവരുന്നൊരു ദുരന്തത്തെ സ്വാഭാവികമായും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ന്യായമായൊരു കാര്യമാണ്. അതിന് തയ്യാറല്ല എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. 403 പേർ മരണപ്പെട്ട, കൃഷിനാശം വ്യാപകമായി സംഭവിച്ച, കെട്ടിടങ്ങൾ തകർന്ന, റോഡുകൾ തകർന്ന, പാലങ്ങൾ തകർന്ന കേരളം പോലൊരു സംസ്ഥാനത്തിന് മാത്രം കൈത്താങ്ങായി ദുരന്തബാധിതരെയും ആ പ്രദേശത്തെയും സഹായിക്കാനാകാത്ത നിലവരുന്നൊരു ദുരന്തത്തെ സ്വാഭാവികമായും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ന്യായമായൊരു കാര്യമാണ്. അതിന് തയ്യാറല്ല എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്.